ഇന്ന് തിരുവോണം ആയതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന പരിപാടിയിലാണ്. ഈ കൊല്ലത്തെ ഓണം ഞാനും എന്റെ അമ്മയും മാത്രമുള്ള ഒരു ചെറിയ ഓണമാണ്. കാരണം വീട്ടിലുള്ളവരൊക്കെ എബ്രോഡ് ആണെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്തോ ബാംഗ്ലൂരിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ വരുന്ന കൂട്ടുകാരനാണ്. ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന അമ്പലം മർത്തിക്കാവ് ക്ഷേത്രം. ആൻഡ് ദിസ് ഇസ് മൈ ഓണം ഫിറ്റ്. എങ്ങനെയുണ്ട്? അമ്പലത്തിലാണെങ്കിൽ വൻ സെറ്റപ്പ്, പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതു. എന്റെ കൂട്ടുകാരൻ ചെറിയ വിഘ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെടിവഴിപാടുകളിൽ ചീട്ട് കയറി. അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമൊക്കെ തൊട്ട് ഞങ്ങൾ സുന്ദര കുട്ടവന്മാരായി. ആൻഡ് ദിസ് ഇസ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കിരൺ. ഈ വരുന്ന ആളാണ് ഞങ്ങളുടെ ക്ലബിന്റെ കണ്ണിലുണ്ണിയായ ചെയർപേഴ്സൺ. നാട്ടിലുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ എബ്രോഡ് പഠിക്കാൻ പോയപ്പോൾ ക്ലബ്ബൊക്കെ പൂട്ടിപ്പോയി. ഇവനോട് പ്ലസ് ടു പഠിച്ച കൂട്ടുകാരാണ്. ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞ റൈറ്ററായി. ഇവൻ അമ്പലത്തിൽ വന്ന് എത്ര ഫോട്ടോയും വീഡിയോ എടുത്താലും മതിയാവില്ല. എന്റെ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നിടം വരെ അവൻ എന്നെ കൊണ്ട് ഫോട്ടോയും വീഡിയോ എടുക്കും. അങ്ങനെ അമ്പലത്തിൽ പരിപാടി ആയി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. ഈ വരുന്ന എന്റെ കസിനാണ്. ഞങ്ങളുടെ അമ്മ ഓണത്തിനുണ്ടാക്കിയ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് പുള്ളിക്കാരി. ഇത് സാമ്പാറാണ് ഗൈസ്. ഇത് മത്തങ്ങായി പയറ് എരിശ്ശേരി, ഇത് പായസം. ഇത്രയും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അമ്മ പറമ്പിൽ വാഴയില വെട്ടാൻ വേണ്ടി ഇറങ്ങിക്കുക. സദ്യ ഉണ്ണാൻ സമയം ആയതുകൊണ്ട് ഞാൻ അമ്മ റെഡി. ഈ ഓണത്തിന് ഞാനും അമ്മയും മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 കൂട്ടുകാരോടെ വിളിച്ചു. ഒരുത്തനെ ഞാൻ 11 മണിക്ക് വിളിച്ചിട്ട് അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അവന് വേണ്ടി ഒരു ഇല ഇട്ടിട്ട് ഞങ്ങൾ സദ്യ ഉണ്ണായിരുന്നില്ല. ലാസ്റ്റിലെ ബോളിയും പായസവും സൂപ്പർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പറഞ്ഞ കൂട്ടുകാരൻ വന്നു. പിന്നെ അവന് അമ്മ സദ്യയൊക്കെ വിളമ്പി കൊടുത്ത് അവനെ കൊണ്ട് പായസമൊക്കെ കുടിപ്പിച്ചിട്ടാണ് നമ്മൾ അവനെ വിട്ടത്. പിന്നെ ഇവനെ പരിചയപ്പെട്ടത് വേറൊരു കഥ, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നാട്ടിലുണ്ടായിരുന്ന 2-3 കൂട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ ഈ ഓണം അടിച്ചു പൊളിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.